ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടുള്ളൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് നമ്മുടെ കൃഷിയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെമ്പററി സെറ്റപ്പ് നമ്മുടെ കൃഷിയുടെ. അപ്പം ഇവിടെ ആയിട്ടാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അന്നേ പറഞ്ഞിരുന്നത് ഇത് ടെമ്പററി ആണെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലക്കുറവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു പണി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. നടട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരു റൗണ്ടായിട്ടൊരു പ്ലാറ്റ്ഫോം, അതിനകത്ത് തന്നെ കൃഷി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ലാബ് എടുത്തിട്ട് ഇതേപോലൊരു സംഭവം എല്ലാ സൈഡിലും ചെയ്ത പോലെ ഒരു റൗണ്ടല്ല, ഒരു പാത്ത് സെറ്റാക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ ഒരു 3 ബ്ലോക്ക് ഇങ്ങനെ ഒരു പാത്ത് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡേർട്ട് വെച്ചിട്ട് റൗണ്ട് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഒരു ഡേർട്ട് എടുത്തിട്ട് ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണോ റൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ എൻ്റെ റൗണ്ടിൽ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. സോ ഞാൻ എന്തായാലും അത് ഫുള്ള് റൗണ്ട് ആക്കിയിട്ട് കാണിച്ചു തരാം. സോ ചെയ്താ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു റൗണ്ട് അല്ല, ഒരു സ്ക്വയർ പോലെയാണ്. പ്രോപ്പർ റൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചായിരുന്നു. പക്ഷേ അത് ഞാൻ മൈൻക്രാഫ്റ്റിലോട്ട് വരുമ്പോൾ അങ്ങ് മറന്നു പോവാണ്. അപ്പോൾ ഇതുപോലെ 4 പാർട്സ് ആക്കിയിട്ട് ചെയ്തിട്ട് അതിനകത്ത് 4 ഭാഗത്തും 4 സാധനങ്ങൾ നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ യൂട്യൂബിൽ പോയി തപ്പിയിട്ട് റൗണ്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടെ നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് റൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന്. എല്ലാം മനസ്സിലായല്ലോ അല്ലേ? സോ നമ്മൾ ഇത്രയും കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം പ്രോപ്പർ റൗണ്ടായി തോന്നുന്നു. ഇനി നമുക്ക് കുറച്ച് വുഡ് വെച്ചിട്ടുള്ള സാധനങ്ങൾ എല്ലാ റൗണ്ടിലും ചെയ്ത പോലെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വുഡില്ല. സോ നമുക്ക് നേരെ പോയി കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ആക്സ് ഇല്ല കേട്ടോ. ഞാൻ മുമ്പ് ഒന്ന് തറയിൽ വീണായിരുന്നു. അതുകൊണ്ടാണ് ലെവലൊക്കെ ഒന്നും ഇല്ലാതെ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡെഡ് അയക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യമായിട്ടുള്ള ടൂൾസ് ഇല്ല. അപ്പോൾ ഞാനൊരു ആക്സ് യൂസ് ചെയ്യാം. എൻ്റെ ഇതിനകത്തൊരു ആക്സ് ഇരിപ്പുണ്ട്. സോ ആ ഒരു ആക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ട്രീ ഫാമിൽ നിന്ന് കുറച്ച് വുഡ് ഒപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വുഡെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ പോയിട്ട് കുറച്ച് ഈ ഫെൻസ് ഉണ്ടാക്കണം. അതുപോലെ കുറച്ച് വുഡ് ആവശ്യമുണ്ട്. ഓക്ക് ലോഗും വേണം. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ആദ്യം ഒരു ആക്സ് ഒരു സ്വോർഡും ഉണ്ടാക്കി കൈ വെച്ചിരിക്കാം, എന്തെങ്കിലും ആവശ്യം വന്നാലോ. അതുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അയൺ എടുത്ത് തിരിച്ച് വെച്ച് നേരെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഒരു വുഡ് വെച്ചിട്ട് ഇതേപോലെ ഒരു മതിൽ പോലത്തെ സാധനം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സൈഡ് ചെയ്തപ്പോൾ ആ ഒരു റാബിറ്റിൻ്റെ കൂടെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പേസ് കുറവുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ സീനില്ല. ഓക്കെ, ഇനി നമുക്കത് ഫുള്ളായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് വെക്കുന്നത് അതൊന്നും കാണിക്കാനായിട്ട് പ്രത്യേകിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ ബിൽഡും ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോയിൽ ലോങ് ആവും, പ്ലസ് നിങ്ങൾക്ക് ബോറും ആവും. ഐ നോ, വി നോ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെൻസ് വെക്കണം. ഫെൻസ് വെക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതുപോലെ കുറേ ഫെൻസ് എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എങ്ങനെ? ഇങ്ങനെ, മനസ്സിലായോ? ഇനി കുറച്ച് സിമ്പിൾ പരിപാടിയാണ്. മെയിനായിട്ട് ഒരു ബക്കറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കൃഷിക്കകത്തുള്ള ആ ഒരു വെള്ളം തന്നെ എടുക്കാം. ദെൻ ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് വെള്ളം സെറ്റാക്കണം. അപ്പോൾ വെള്ളം താഴോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വകയ്ക്ക് ഞാനും ചിലപ്പോൾ എപ്പോഴേലും ഒക്കെ താഴെ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിതൊരു പേടിയാണ്, മനസ്സിലായോ? സോ ഞാൻ ഇതേപോലെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഴി വെച്ചിട്ട് അതിനകത്തോട്ട് ഈ ഒരു വെള്ളം ഒഴിച്ച് ഇനി ഈ വെള്ളം താഴോട്ടൊന്ന് പോകട്ടെ. ആ സമയത്തിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തൊരു പെട്ടിയിലോട്ട് വെക്കുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ ആ കുഴിയിൽ നിന്ന് ആ വെള്ളത്തിൽ കൂടെ താഴോട്ട് ഇറങ്ങി ചിലപ്പോഴേ തിരിച്ചു കയറാൻ ചാൻസ് ഉള്ളൂ. ഞാൻ എപ്പോഴും താഴോട്ടങ്ങോട്ട് വീണ് ചാവാറാണ് പതിവ്. എനിക്ക് ആ ഒരു ഇത് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു ഡേർട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഡേർട്ട് കയ്യിൽ വെച്ചിട്ട് ബാക്കി എല്ലാ സാധനവും പെട്ടി വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടുകയാണ്. ഓക്കെ, എനിക്ക് എപ്പോൾ ചാടിലും നെഞ്ചിടിക്കും. ഞാൻ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതേപോലൊരു ബ്ലോക്ക് വെച്ച് കൊടുത്തു. ഇനി നേരെ ഞാൻ മുകളിലോട്ട് ഒറ്റച്ചാട്ടം. ഓക്കെ, ഇനി നമുക്ക് ആ വെള്ളം തിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി ചെസ്റ്റിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള മെയിനായിട്ട് വേണ്ട ബക്കറ്റും പിന്നെ കുറച്ച് ഡേർട്ടും ഇരിക്കട്ടെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ബക്കറ്റ് എടുത്ത് നേരെ ആ വെള്ളം എടുക്കുക, ഒരു ഡേർട്ട് എടുക്കുക,
എന്നിട്ട് നമ്മളിപ്പോൾ വെച്ച സാധനത്തിൻ്റെ സൈഡിലായിട്ടൊരു ബ്ലോക്ക് വെക്കുക. അപ്പോൾ ഒരു താഴ്ഭാഗത്ത് ഒന്ന് ക്ലോസ് ആവും. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതുപോലെ എന്നിട്ട് ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം താഴോട്ട് പോവില്ല, ആ വകയും ഞാനും പോവില്ല. മനസ്സിലായോ? ഇനി നമുക്ക് ഇതേപോലെ ആ 4 സൈഡിലും ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം, കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സൈഡിലും വെള്ളം ഇതേപോലെ ആക്കി ഞാനെല്ലാം ഹോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ പറക്കി അവിടെ കൊണ്ടുപോയി നടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പൊട്ടറ്റോവും ക്യാരറ്റും വീറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെലണും ഉണ്ട്. അപ്പോൾ അത് 4 സൈഡിലായിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നതല്ല ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മീൻസ് ഇവിടെ നിൽക്കുന്ന എല്ലാം പറിച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി നടാം കേട്ടോ. ഇനി ഈ മെലൺ കൂടെ ഉള്ളൂ, അപ്പോൾ അതും കൂടെ നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തികയുമെന്നറിയില്ല, തികഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമല്ലോ, അതനുസരിച്ചിട്ട് എടുക്കാൻ സീനിലെ കാര്യമില്ല. ഇനി നമുക്ക് ആ മഴയത്ത് കിടന്ന് കുറച്ച് തുള്ളിച്ചാട്ടം ചാടാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നേരത്തെ കൃഷി ചെയ്യുന്നിരുന്ന അവിടെ ഫുള്ള് ഡേർട്ടാക്കാനുള്ള പ്ലാനാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചാടി കൊടുക്കുമ്പോൾ അതുപോലെ ഡേർട്ട് ആവുന്നതാണ്. ഇതിനേക്കാൾ സിമ്പിൾ എന്ന് പറയുന്നത് ഇതുപോലെ ഡേർട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് പൊട്ടിച്ച് കളയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അങ്ങനെ ചെയ്താലും കൊള്ളാം, പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു ടൈം വേണം, അതിനെക്കാട്ടി ടൈം വേണം. സോ ഏതാണോ പിന്നെ എന്തെങ്കിലും ഒരു മാപ്പ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ഇതാണ് മാപ്പ്, കണ്ടോ? നമ്മളിപ്പോൾ പണിഞ്ഞ ആ ഒരു കൃഷി സ്ഥലം മാത്രമാണ് ഏകദേശം പ്രോപ്പറായിട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ളത്, ബാക്കി രണ്ടും വേറെ എന്തോ ഷേപ്പിലാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരിയാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ശരിയാക്കാൻ ശ്രമിച്ചാലും നടക്കാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഓൾറെഡി സെറ്റഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ആൻഡ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.